എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മൊഡ്യൂൾ 2ൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ദ ടോപ്പിക് ഈസ് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് പ്രോസസ്സസ്. The process used for requirement engineering vary widely depending on the application domain, people involved and the organization developing the requirements. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രോസസ്സുകൾ അതിനകത്ത് ഈ ഒരു റിക്വയർമെൻറ്റ് മീൻസ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും പിന്നെ അവിടുത്തെ ആപ്ലിക്കേഷൻ ഡൊമൈൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ നമ്മൾക്ക് കുറച്ച് ജനറിക് ആക്ടിവിറ്റീസ് ഈ എല്ലാ പ്രോസസ്സിലും കോമൺ ആണ്. അപ്പോൾ അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. The first one is requirement elicitation, and the second one is requirement analysis, and the third one is requirement validation, and the fourth one is requirement management. അപ്പോൾ from the words itself നമുക്ക് മനസ്സിലാവുമല്ലേ എന്തൊക്കെയാണ് ഈ 4 ആക്ടിവിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് നോക്കാം. The first one is requirement elicitation. സോ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി റിക്വയർമെൻറ്റ് ഡിസ്കവറിയാണ്. ഒരു സോഫ്റ്റ്വെയർ അത് എൻഡ് യൂസേഴ്സിന് കയ്യിൽ പോകുമ്പോൾ ഈ എൻഡ് യൂസേഴ്സിന് അതിൽ നിന്ന് എന്തൊക്കെയാണ് ആവശ്യം, മീൻസ് ഈ സോഫ്റ്റ്വെയറിനുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെ ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ടെക്നിക്കൽ സ്റ്റാഫ് വർക്കേഴ്സ് ഉണ്ടല്ലോ, അവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് മീൻസ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൊമൈൻ എന്താണ്, ഇതിൻ്റെ സർവീസസ് എന്തൊക്കെ, ഈ സിസ്റ്റംസ് ഏതൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യണം, ആൻഡ് ഇതിൻ്റെ ഓപ്പറേഷണൽ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ കളക്ട് ചെയ്യുന്നതാണ് ഈ റിക്വയർമെൻറ്റ് എലിസിറ്റേഷന് വരുന്നത്. ആൻഡ് അതിനകത്ത് എൻഡ് യൂസേഴ്സ് വരാം, മാനേജേഴ്സ് വരാം, എൻജിനീയേഴ്സ് വരാം, ഈ അങ്ങനെയുള്ള എല്ലാവരും വരാം. ഇവരെ എല്ലാവരും കൂടെ വിളിക്കുന്നതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന്. അതായത് ഇൻവോൾവ് എൻഡ് യൂസേഴ്സ്, മാനേജേഴ്സ്, എൻജിനീയേഴ്സ്, ഇൻവോൾവ് ഇൻ മെയിൻ്റനൻസ്, ഡൊമൈൻ എക്സ്പേർട്ട്, ട്രേഡ് യൂണിയൻസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ വരുന്ന ഈ എൻഡ് യൂസേഴ്സിനെയും മാനേജേഴ്സിനെയും എൻജിനീയേഴ്സിനെയൊക്കെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എൻജിനീയറിംഗ് വർക്ക്സ് software engineering work with a range of system stakeholders to find out the application domain, the service that the system should provide, the required system performance, hardware constraints, etc. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തന്നെ നമ്മൾക്ക് ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു യൂസർക്ക് കിട്ടേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, ആൻഡ് അവിടുത്തെ വരുന്ന ആപ്ലിക്കേഷൻ ഡൊമൈൻസ് എന്തൊക്കെയാണ്, അതായത് ഇത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സിസ്റ്റം എന്തൊക്കെ സർവീസസ് എൻഡ് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം, ആൻഡ് അതിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആൻഡ് അതിൻ്റെ ഹാർഡ്വെയർ കൺസ്ട്രെയിൻസിൽ വരുന്നതും എല്ലാം കൂടെയാണ് നമ്മൾ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ. അപ്പോൾ എന്താണ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്ന് നോക്കിയാൽ അവിടെ റിക്വയർമെൻറ്റിൻ്റെ ഡിസ്കവറിയാണ്. യൂസേഴ്സിൽ നിന്ന് ഈ സ്റ്റാഫ് വർക്കേഴ്സ്, ഈ ടെക്നിക്കൽ സ്റ്റാഫ്സ് ആ യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ വരുന്ന ഈ റിക്വയർമെൻറ്റ് എലിസിറ്റേഷനിൽ വരുന്ന സ്റ്റേറ്റ്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ ഇസ് റിക്വയർമെൻറ്റ് ഡിസ്കവറി. അതായത് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്ന് അവർ ഡിസ്കവർ ചെയ്യാണ്. ദ സെക്കൻഡ് വൺ ഈസ് റിക്വയർമെൻറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സിനെ ഓരോരോ ബേസിക്സിനനുസരിച്ച് ഇതിനെ എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും, എന്നിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യും. മീൻസ് ആ റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന രീതിക്ക് അതിനെ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും, ക്ലാസിഫൈ ചെയ്യും. ആൻഡ് റിക്വയർമെൻറ്റ് പ്രയോറിറ്റൈസേഷൻ ആൻഡ് നെഗോഷിയേഷൻ. അപ്പോൾ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള റിക്വയർമെൻറ്റ് ഏതാണോ അതിനെ എന്ത് ചെയ്യും, പ്രയോറിറ്റി ചെയ്യും. ആൻഡ് ബാക്കിയുള്ളതിനെ നമുക്ക് ആവശ്യമില്ലാത്ത റിക്വയർമെൻറ്റ്സിനൊക്കെ എന്ത് ചെയ്യാം, നെഗോഷിയേറ്റ് ചെയ്താണ്, മീൻസ് അതിനെയൊക്കെ നമുക്ക് കളയാം. ആൻഡ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, എന്നിട്ട് ആ റിക്വയർമെൻറ്റ്സ് എന്താണ് ആ റിക്വയർമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ റിക്വയർമെൻറ്റിൻ്റെ എയിം എന്താണ്, അതൊക്കെ സ്പെസിഫൈ ചെയ്യുക. അതാണ് ഫോർത്ത് സ്റ്റേജ്. അപ്പോൾ നമ്മൾ 4 സ്റ്റേജിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ 4 സ്റ്റേജിനെ കുറിച്ച് പഠിച്ചു. ഇൻ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ, റിക്വയർമെൻറ്റ് ഡിസ്കവറി, അതായത് എന്താണ്, നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺവേർഡ്സിൽ എഴുതാം. എന്താണ് റിക്വയർമെൻറ്റ് ഡിസ്കവറി മീൻസ് നമ്മൾ എൻഡ് യൂസേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ടെക്നിക്കൽ സ്റ്റാഫ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അവരുടെ മീൻസ് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതായത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൊമൈൻ എവിടെയാണ് വരുന്നത്, ഇതിൻ്റെ എന്തൊക്കെ സർവീസസ് ഈ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണമെന്നാണ് യൂസേഴ്സ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുകയാണ്. ആൻഡ് പിന്നെ റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യാണ്, ഈ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഓർഗനൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ,
പിന്നെ റിക്വയർമെൻറ്റ്സിനൊക്കെ എന്ത് ചെയ്യും, പ്രയോറിറ്റൈസ് ചെയ്യും. മീൻസ് ഇതാണ് ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ, മറ്റ് ഒരെണ്ണം നടന്നില്ലെങ്കിൽ നമുക്കിതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കുറേ റിക്വയർമെൻറ്റ്സ് കാണുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഒന്നുകിൽ നമുക്ക് ഇതിനൊക്കെ കൊണ്ടുവരാൻ പറ്റാത്ത കുറേ റിക്വയർമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, കളയും. ആൻഡ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ റിക്വയർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ മീൻസ് അത് സ്പെസിഫൈ ചെയ്യണമല്ലോ. മീൻസ് ഇത് മറ്റുള്ളവരുടെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ റിക്വയർമെൻറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിത്രയാണ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ. അത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ റിക്വയർമെൻറ്റ് എൻജിനീയറിംഗ് പ്രോസസ്സിൽ ആദ്യം വരുന്ന സ്റ്റെപ്പാണ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ. നമ്മളത് നോക്കി. ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ദാറ്റ് ഈസ് അപ്പോൾ നമുക്കിനി റിക്വയർമെൻറ്റ് എലിസിറ്റേഷനിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡോണ്ട് നോ വാട്ട് ദേ റിയലി വോണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അറിയില്ലായിരിക്കാം. അതായത് ഈ എൻജിനീയേഴ്സ്, മാനേജേഴ്സ് ഒക്കെ ആണല്ലോ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവർക്ക് സത്യത്തിൽ അറിയില്ല അവർ എന്താണ് വേണ്ടതെന്ന്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പ്രസ് റിക്വയർമെൻറ്റ്സ് ഇൻ ദർ ഓൺ ടേംസ്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, മീൻസ് ഈ ആൾക്കാർ, അതായത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരുന്നത് എൻഡ് യൂസേഴ്സ്, മാനേജേഴ്സ്, എൻജിനീയേഴ്സ് ഒക്കെയാണ്. അപ്പോൾ അവർക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പറയും. ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മേ ഹാവ് കോൺഫ്ലിക്റ്റിംഗ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഓർഗനൈസേഷണൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് മേ ഇൻഫ്ലുവൻസ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഒന്നുകിൽ ആ ഓർഗനൈസേഷനെ ബേസ് ചെയ്ത് കുറേ റിക്വയർമെൻറ്റ്സ് കാണും, അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് വരുന്നതും എന്ത് പറ്റും, അതും ഈ സിസ്റ്റം റിക്വയർമെൻറ്റ്സിനെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ഡ്യൂറിങ് ദ അനാലിസിസ് പ്രോസസ്. അപ്പോൾ ഇതിനെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ന്യൂ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരും. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് ആ എൻവയോൺമെൻറ്റിൽ തന്നെ, ബിസിനസ് എൻവയോൺമെൻറ്റിലും മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ റിക്വയർമെൻറ്റ് ഡിസ്കവറി, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. റിക്വയർമെൻറ്റ് ഡിസ്കവറിയിൽ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്, റിക്വയർമെൻറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അതായത് നമ്മൾ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഓരോ ആൾക്കാരുടെ അടുത്തും നമ്മൾ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യും അല്ലേ. ഇപ്പോൾ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ക്ലാസിഫൈ ചെയ്യും. അത് ഓരോ മീൻസ് അതിൻ്റെ സിവിയാരിറ്റിയുടെ ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റിക്വയർമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റിക്വയർമെൻറ്റ്സിനൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യും. അതായത് നമ്മൾക്കിപ്പം ഏതൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്നുള്ളല്ലോ, ആ ഏതൊക്കെ റിക്വയർമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ ആ റിക്വയർമെൻറ്റ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യും. പ്രയോറിറ്റൈസ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ മീൻസ് ആദ്യം ഈ റിക്വയർമെൻറ്റ് വേണം, രണ്ടാമത് നമുക്ക് ഈ റിക്വയർമെൻറ്റ് വേണം, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളിവിടെ നെഗോഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, റിക്വയർമെൻറ്റോട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് അപ്പോൾ ഇവിടെ വരുന്ന പ്രോബ്ലംസ് നമ്മളിപ്പോൾ പറഞ്ഞു. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവരവരുടെ റിക്വയർമെൻറ്റ്സ് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് അവിടെ അപ്പോൾ ഇങ്ങനെ പല റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്, അവിടെ കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇതൊക്കെ തന്നെ ആ സിസ്റ്റത്തിന് റിക്വയർമെൻറ്റ്സിന്, അതായത് ഓർഗനൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സൊക്കെ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ആൻഡ് റിക്വയർമെൻറ്റ് ഡിസ്കവറീസ്, അത് ഞാനിവിടെ പറഞ്ഞായിരുന്നു. അതായത് ഇൻട്രാക്ടിങ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ഡിസ്കവർ ദ റിക്വയർമെൻറ്റ്സ്. ഇത് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുന്നു, റിക്വയർമെൻറ്റ് ക്ലാസിഫിക്കേഷൻ, ഓർഗനൈസേഷൻ ഗ്രൂപ്പ് ചെയ്യുന്നു, റിക്വയർമെൻറ്റ്സിനെ അതിനെ കൊഹറൻറ്റ് ക്ലസ്റ്റേഴ്സായിട്ട് മാറ്റുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു, റിക്വയർമെൻറ്റ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, റിസോൾവിങ് റിക്വയർമെൻറ്റ് കോൺഫ്ലിക്ട്സ് ആൻഡ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റഡ്. അതായത് ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മീൻസ് അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നും. ആൻഡ് ഇൻപുട്ട് ഇൻ ടു ദ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ദ സ്പൈറൽ. അപ്പോൾ നമ്മൾ സ്പൈറലിൻ്റെ കാര്യം നമുക്ക് പറയാം. സ്പൈറൽ ആക്ച്വലി ഇവിടെ വരുന്നൊരു കാര്യമാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സ്പൈറൽ വരയ്ക്കണം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് അപ്പോൾ നമുക്കിനി അടുത്തത് ഈ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ്റെ കുറച്ച് സ്റ്റെപ്സിന് നോക്കാം. അതിൽ കുറച്ച് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മീൻസ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നതാണല്ലോ, റിക്വയർമെൻറ്റ് ഡിസ്കവറി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇൻ്റർവ്യൂയിങ്. ഇപ്പോൾ ഇൻ്റർവ്യൂയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അവിടെ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻ്റർവ്യൂ ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ടീമാണ് നടത്തുന്നത്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കും ഈ സോഫ്റ്റ്വെയർ ടീം. അതായത് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെയും ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിനെയും പറ്റിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. റിക്വയർമെൻറ്റ്സ് എന്നിട്ട് ഈ ആൻസേഴ്സിൻ്റെ ബേസിസിലാണ് റിക്വയർമെൻറ്റ്സ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂസിന് 2 തരത്തിലുണ്ട്, ക്ലോസ്ഡ് ഇൻ്റർവ്യൂ ആൻഡ് ഓപ്പൺ ഇൻ്റർവ്യൂ. ക്ലോസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചാൽ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സാണ് എന്തായിട്ട് നമ്മൾ ഇടുന്ന റിക്വയർമെൻ്റ് ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓപ്പൺ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രീ ഡിഫൈൻഡ് അജണ്ട ഒന്നുമില്ല. അപ്പോൾ റിക്വയർമെൻറ്റ് എഞ്ചിനീയറിംഗ് ടീം എന്ത് ചെയ്യും, കുറച്ച് റേഞ്ച് ഓഫ് ഇഷ്യൂസിനെ അവർ എക്സ്പ്ലോർ ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അതിന് നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പൺ ഇൻ്റർവ്യൂ? അവിടെ സ്പെഷ്യൽ അജണ്ടാസോ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ക്വസ്റ്റ്യൻസോ ഒന്നുമില്ല. The requirement engineering team explores a range of issues with the system stakeholders and hence develop a better understanding of their needs. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ചേർന്നിട്ട് അവരെന്ത് ചെയ്യും, എവിടെയൊക്കെയാണ് ഇഷ്യൂസ് വരാൻ ചാൻസ് എന്ന് നോക്കിയിട്ട് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തിയതിന് ശേഷം ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ മാത്രം അതിൽ നിന്ന് എടുക്കുന്നു. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എത്തനോഗ്രാഫി. എത്തനോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇതൊരു ഒബ്സർവേഷണൽ ടെക്നിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്ത് അവിടെ നമുക്ക് ആവശ്യമുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് ഈ ഓപ്പറേഷണൽ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള റിക്വയർമെൻറ്റ്സിനെ ഡിറൈവ് ചെയ്തെടുക്കും. ഓക്കെ, അതായത് അവിടെ എന്തൊക്കെ ഓപ്പറേഷണൽ പ്രോസസ്സുകൾ വേണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റിക്വയർമെൻറ്റ്സിനെ ഡിറൈവ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് നമ്മൾ ഏതാ പഠിച്ചത്, ഇൻ്റർവ്യൂയിങ്. രണ്ടാമത്തെ ടെക്നിക്ക് എത്തനോഗ്രാഫി. ഇൻ്റർവ്യൂയിങ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവ്യൂ ഉണ്ട്, ഓപ്പൺ ഇൻ്റർവ്യൂ ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തനോഗ്രാഫിയാണ്. നമ്മൾക്ക് അവിടെ കുറച്ച് ഓപ്പറേഷൻ പ്രോസസ്സ് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ പ്രോസസ്സിന് വേണ്ടി വരുന്ന റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. And the value of the ethnography is that it discover implicit system requirement that reflect the actual ways that people work rather than formal process defined by the organization. അതായത് ഈ എത്തനോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത് ഡിസ്കവർ ചെയ്യുന്നത് എന്തുമാത്രമാണ്, ഇംപ്ലിസിറ്റ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് മാത്രമാണ്. ഓക്കെ, ആൻഡ് നമുക്കിനി രണ്ടാമത്തെ ആറിൽ വരുന്ന ആക്ടിവിറ്റി നോക്കാം. റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനാണ്. അതായത് റിക്വയർമെൻറ്റ് അനാലിസിസ് തന്നെയാണ്. ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഡൗൺ ദ യൂസർ ആൻഡ് ദ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഇൻ എ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോസസ്സുകൾ ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഡോക്യുമെൻ്റ് ചെയ്യുകയാണ്. ഓക്കെ, user requirement have to be understandable by the end users and the customer who do not have a technical background. അപ്പോൾ യൂസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒരു എൻഡ് യൂസർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് മനസ്സിലാകുന്ന തക്കവണ്ണം ആയിരിക്കണം. ആൻഡ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആർ മോർ ഡീറ്റെയിൽഡ് റിക്വയർമെൻറ്റ്സ് ആൻഡ് മേ ഇൻക്ലൂഡ് മോർ ടെക്നിക്കൽ ഇൻഫോർമേഷൻ. സിസ്റ്റം റിക്വയർമെൻറ്റ്സിനകത്ത് കുറച്ചുകൂടെ ടെക്നിക്കൽ ഇൻഫോർമേഷൻസും ഡീറ്റെയിൽഡ് റിക്വയർമെൻറ്റ്സും എന്താ ചെയ്തിരിക്കണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ആൻഡ് ദ റിക്വയർമെൻറ്റ്സ് മേ ബി പാർട്ട് ഓഫ് എ കോൺട്രാക്ട് ഫോർ ദ സിസ്റ്റം ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ സിസ്റ്റം ഡെവലപ്മെൻറ്റിന് ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ ഒരു ഭാഗമാണ് എന്തെന്ന് വെച്ചാൽ ഈ റിക്വയർമെൻറ്റ്സും. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, അത് റിക്വയർമെൻറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ ഇത് ഈ വേണ്ടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം കൂടെ എന്ത് ചെയ്യാണ്, ഡോക്യുമെൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് യൂസർ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻഡ് യൂസേഴ്സിനും കസ്റ്റമേഴ്സിനും മനസ്സിലാവുന്ന തക്കവണ്ണം ആയിരിക്കണം. ആൻഡ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടെക്നിക്കൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഡീറ്റെയിൽഡ് റിക്വയർമെൻറ്റും ആയിരിക്കണം. ദ റിക്വയർമെൻറ്റ്സ് മേ ബി പാർട്ട് ഓഫ് എ കോൺട്രാക്ട് ഫോർ ദ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദെയർഫോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദീസ് ആർ എ കംപ്ലീറ്റ് ആസ് പോസിബിൾ. ആൻഡ് വേസ് ഫോർ റൈറ്റിംഗ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ സ്പെസിഫിക്കേഷൻസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാമെന്ന് നോക്കാം. നാച്ചുറൽ ലാംഗ്വേജിൽ എഴുതാം. ഓക്കെ, സ്ട്രക്ചേർഡ് നാച്ചുറൽ ലാംഗ്വേജിൽ എഴുതാം. ഡിസൈൻ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജസിൽ നമുക്ക് എഴുതാൻ പറ്റും. ഗ്രാഫിക്കൽ നൊട്ടേഷൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ സ്പെസിഫിക്കേഷൻ.
അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ദ റിക്വയർമെൻറ്റ്സ് ആർ റിട്ടൺ യൂസിങ് നമ്പേർഡ് സെൻറ്റൻസസ് ഇൻ നാച്ചുറൽ ലാംഗ്വേജ്. ഈ സെൻറ്റൻസസ് ഷുഡ് എക്സ്പ്രസ് വൺ റിക്വയർമെൻറ്റ്. അപ്പോൾ നാച്ചുറൽ ലാംഗ്വേജിനകത്ത് നമ്മൾക്കറിയാവുന്ന ഇംഗ്ലീഷിലാണെങ്കിലും അത് നമ്പേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കിയിട്ട് നമ്മൾ എഴുതും. അത് ആദ്യം ഇന്നതാണ് റിക്വയർമെൻറ്റ്, ഇതാണ് റിക്വയർമെൻറ്റ്സ്, നമ്മൾ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മളങ്ങനെ എഴുതും. സ്ട്രക്ചേർഡ് നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ദീസ് റിക്വയർമെൻറ്റ്സ് ആർ റിട്ടൺ ഇൻ നാച്ചുറൽ ലാംഗ്വേജ് ഇൻ എ സ്റ്റാൻഡേർഡ് ഫോം ഓർ ടെംപ്ലേറ്റ്. ഈച്ച് ഫീൽഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ആസ്പെക്ട് ഓഫ് റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റിൻ്റെ രീതിയിലാണ് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യും. എന്നിട്ട് ഓരോ ഫീൽഡും ആ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതാണ് സ്ട്രക്ചേർഡ് ലാംഗ്വേജ്. ആൻഡ് design description language. This approach uses a language like programming language but with more abstract features to specify the requirements by defining an operation model of the system. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറേ കൂടെ അബ്സ്ട്രാക്ട് ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് പറ്റും, ഈ റിക്വയർമെൻറ്റ്സിനെയൊക്കെ ഇത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഗ്രാഫിക്കൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ UML യൂസ് കേസ് സീക്വൻസ് ഡയഗ്രാംസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റുന്ന കാര്യം. ആൻഡ് mathematical specification. The notations are based on mathematical concepts such as finite state mission or sets. And those notations, although these unambiguous specifications can reduce the ambiguity in a requirement document. അപ്പോൾ ഇതിങ്ങനെ അൺആംബിഗ്വസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ അംബിഗ്യൂറ്റിനെ തന്നെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. Most customers don't understand a formal specification. They cannot check that it represents what they want and are reluctant to accept it as a system contract. അപ്പോൾ ഇത് എന്താണ്, മിക്ക കസ്റ്റമേഴ്സിന് ഇത് മനസ്സിലാവണമെന്നില്ല. And they cannot check that it represents what they want and are reluctant to accept it as a system contract. അപ്പോൾ ഇത് അവർക്ക് ചെക്ക് ചെയ്യാനും അത് മീൻസ് അവർക്ക് എന്താണ് വേണ്ടതെന്നൊന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നോ ഇല്ലയെന്നൊന്നും, അത് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നോ ഇല്ലയെന്നൊന്നും അവർക്ക് ചെക്ക് ചെയ്യാനും പറ്റുന്നില്ല. ആൻഡ് ആർ റിലക്റ്റൻറ്റ് ടു അക്സെപ്റ്റ് ഇറ്റ് ആസ് എ സിസ്റ്റം കോൺട്രാക്ട്. അടുത്തത് ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് റിക്വയർമെൻറ്റ്സ്. ഇപ്പോൾ റിക്വയർമെൻറ്റ്സ് എഴുതുമ്പോൾ നമുക്ക് വേണ്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവെൻറ്റ് എ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ ഓൾ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതൊക്കെ നമുക്ക് രീതിയിൽ ഈ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻസ് എഴുതാമെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഗ്രാഫിക്കൽ നൊട്ടേഷൻസിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മൾക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് സ്ട്രക്ചേർഡ് ലാംഗ്വേജിൽ എഴുതാം, നാച്ചുറൽ ലാംഗ്വേജിൽ എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ലാംഗ്വേജസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എല്ലാ റിക്വയർമെൻറ്റ്സും, നമ്മൾ എഴുതുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തന്നെ എഴുതുക, അതായത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ എഴുതുക. ആൻഡ് യൂസ് ലാംഗ്വേജ് ഇൻ എ കൺസിസ്റ്റൻറ്റ് വേ. യൂസ് ഷാൾ ഫോർ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ്, ഷുഡ് ഫോർ ഡിസൈറബിൾ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജാണോ ചൂസ് ചെയ്യുന്നത് അതിനകത്തെല്ലാം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എടുക്കേണ്ട റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ, ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഷാൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക. ആൻഡ് അവിടെ ഡിസൈറബിൾ റിക്വയർമെൻറ്റ്സ് നമുക്ക് മീൻസ് ആ റിക്വയർമെൻറ്റ്സ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉള്ള ആ റിക്വയർമെൻറ്റ്സ്, അപ്പോൾ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആ ഒരു റിക്വയർമെൻറ്റ്സിനെയൊക്കെ നമ്മൾ ഷുഡ് കൊണ്ടും അതും ഷുഡ് അതിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ. യൂസ് ടെക്സ്റ്റ് ഹൈലൈറ്റിംഗ് ടു ഐഡൻറ്റിഫൈ കീ പാർട്സ് ഓഫ് ദ റിക്വയർമെൻറ്റ്. അപ്പോൾ ടെക്സ്റ്റ് ഹൈലൈറ്റിംഗ് യൂസ് ചെയ്ത് ആ റിക്വയർമെൻറ്റ് കീ പാർട്ടിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. അവോയ്ഡ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ജാർഗൻസ് ആൻഡ് ഇൻക്ലൂഡ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് വൈ എ റിക്വയർമെൻറ്റ് ഇസ് നെസറി. അപ്പോൾ എന്തുകൊണ്ട് ഈ റിക്വയർമെൻറ്റ് നെസറി ആണെന്നുള്ളതും ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജായ സ്പെസിഫിക്കേഷനാണ് പഠിച്ചത്. റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനാണ് നമ്മളിന്ന് നോക്കിയത്. ആൻഡ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഡൗൺ ദ യൂസർ ആൻഡ് ദ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഇൻ എ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ്. അതായത് എന്തൊക്കെ നമുക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അതിനെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ആക്കി റൈറ്റ് ഡൗൺ ചെയ്യാണ്. അപ്പോൾ അതിന് സ്പെഷ്യൽ ലാംഗ്വേജസിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. നാച്ചുറൽ ലാംഗ്വേജ്, സ്ട്രക്ചേർഡ് ലാംഗ്വേജ്, ഗ്രാഫിക്കൽ നൊട്ടേഷൻസ്, മാത്തമാറ്റിക്കൽ സ്പെസിഫിക്കേഷൻ, ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജസിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ മാത്രം എഴുതുക, നമ്മൾക്ക് മാൻഡേറ്ററി ആയിട്ടും വേണമെന്നുള്ള റിക്വയർമെൻറ്റ്സിനകത്ത് ഷുഡും ആൻഡ് ഡിസൈറബിൾ നമുക്ക് ചേർക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന റിക്വയർമെൻറ്റ്സിൻ്റെ കൂടെ ഷുഡും കൊടുക്കുക. നമുക്ക് മാൻഡേറ്ററി ആയിട്ട് വേണമെന്നുള്ള ഷാളും ഡിസൈറബിൾ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിന് ഷുഡും കൊടുക്കുക. പിന്നെ റിക്വയർമെൻറ്റ്സിൻ്റെ കീ പാർട്സ് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക, അതായത് എന്തുകൊണ്ട് റിക്വയർമെൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ച്.
ഓക്കെ, അടുത്തതാണ് റിക്വയർമെൻറ്റ് വാലിഡേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഇപ്പോൾ റിക്വയർമെൻറ്റ് വാലിഡേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ചെക്കിംഗ് ദാറ്റ് റിക്വയർമെൻറ്റ് ഡിഫൈൻ ദ സിസ്റ്റം ദാറ്റ് ദ കസ്റ്റമർ റിയലി വോണ്ട്സ്. കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഈ ഒരു സിസ്റ്റം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് റിക്വയർമെൻറ്റ് വാലിഡേഷൻ എന്ന് പറഞ്ഞത്. അതായത് അവരെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇറ്റ് ഓവർലാപ്സ് വിത്ത് എലിസിറ്റേഷൻ അനാലിസിസ് ആൻഡ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഫൈൻഡിങ് പ്രോബ്ലംസ് വിത്ത് ദ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇത് എലിസിറ്റേഷനെയും അനാലിസിസിനെയും ഓവർലാപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇതും വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ റിക്വയർമെൻറ്റ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. Requirement validation is critically important because errors in a requirement document can lead to extensive rework cost when these problems are discovered during development or after the system is in service. അപ്പോൾ റിക്വയർമെൻറ്റ് വാലിഡേഷൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ സർവീസസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ എറേഴ്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കോസ്റ്റ്ലിയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് കണ്ടെത്തുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഡ്യൂറിങ് ദ റിക്വയർമെൻറ്റ് വാലിഡേഷൻ പ്രോസസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്ക് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ഓൺ ദ റിക്വയർമെൻറ്റ്സ് ഇൻ ദ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ്. അപ്പോൾ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റിനകത്ത് നമ്മൾ കുറേ റിക്വയർമെൻറ്റ്സ് എഴുതി പിടിപ്പിക്കുന്നുണ്ട് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ സ്റ്റേജിൽ. അപ്പോൾ ആ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ സ്റ്റേജിൽ എഴുതുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും എന്ത് ചെയ്യും, നമ്മളവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഈ ചെക്ക് എന്തൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത് നമുക്ക് നോക്കാം. വാലിഡിറ്റി ചെക്ക്. പ്ലീസ് ചെക്ക് ദാറ്റ് ദ റിക്വയർമെൻറ്റ് റിഫ്ലക്ട് ദ റിയൽ നീഡ്സ് ഓഫ് ദ സിസ്റ്റം യൂസർ. അതായത് സിസ്റ്റം യൂസറിൻ്റെ റിയൽ നീഡ്സ് ഇത് മീറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് മീൻസ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് വാലിഡിറ്റി ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൺസിസ്റ്റൻസി ചെക്ക് എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് ഇൻ ദ ഡോക്യുമെൻറ്റ് ഷുഡ് നോട്ട് കോൺഫ്ലിക്റ്റ്. That is, there should not be contradictory constraints or different description of the same system function. അതായത് ഒരു സിസ്റ്റം ഫംഗ്ഷൻ തന്നെ പല ഡിസ്ക്രിപ്ഷൻസ് വരാൻ പാടില്ല, അതായത് കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യും. പിന്നെ കംപ്ലീറ്റ്നെസ് ചെക്ക് ചെയ്യും. അതായത് ദ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ് ഷുഡ് ഇൻക്ലൂഡ് റിക്വയർമെൻറ്റ്സ് ദാറ്റ് ഡിഫൈൻ ഓൾ ഫങ്ഷൻസ് ആൻഡ് കൺസ്ട്രെയിൻ ഇൻറ്റൻഡ് ബൈ ദ സിസ്റ്റം യൂസേഴ്സ്. അതായത് സിസ്റ്റത്തിൻ്റെ യൂസർ ഇൻറ്റൻഡ് ചെയ്യുന്ന എല്ലാ കൺസ്ട്രെയിൻസും അല്ലെങ്കിൽ എല്ലാ ഫങ്ഷൻസും ഇതെന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. നമ്മൾ ആ ഒരു റിക്വയർമെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ നമ്മൾ ഡോക്യുമെൻറ്റ് തയ്യാറാക്കിയില്ലേ, അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ആൻഡ് റിയലിസം ചെക്ക് എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് നോളജ് ഓഫ് എക്സിസ്റ്റിംഗ് ടെക്നോളജി ദ റിക്വയർമെൻറ്റ് ഷുഡ് ബി ചെക്ക്ഡ് ടു എൻഷുർ ദാറ്റ് ദേ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വിത്തിൻ ദ പ്രപ്പോസ് ബഡ്ജറ്റ്സ് ഫോർ ദ സിസ്റ്റം. അപ്പോൾ എക്സിസ്റ്റിംഗ് ടെക്നോളജീസിൻ്റെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് നിൽക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് റിയലിസം ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. To reduce the potential for dispute between customer and contractor, system requirements should always be written so that they are verifiable. അതായത് നമ്മളുടെ സിസ്റ്റത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്തായിരിക്കണം, മീൻസ് അത് ഈ കസ്റ്റമർക്കും കോൺട്രാക്ടർക്കും നമ്മളുടെ ഡിസ്പ്യൂട്ടിൻ്റെ പൊട്ടൻഷ്യൽ കുറയ്ക്കാനാകുന്ന രീതിയിലായിരിക്കണം അത് എന്തിരിക്കുന്നത്, അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതെന്താ നമുക്ക് വെരിഫൈ ചെയ്യാനും പറ്റും. ദിസ് മീൻസ് ദാറ്റ് യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ദ ഡെലിവേർഡ് സിസ്റ്റം മീൻസ് ഈച്ച് സ്പെസിഫൈഡ് റിക്വയർമെൻറ്റ്സ്. അതായത് നമ്മളുടെ സിസ്റ്റം അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റും എന്ത് ചെയ്തിരിക്കണം, നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. A number of requirement validation techniques can be used individually or in conjunction with another. അപ്പോൾ നമ്മൾക്ക് ഇതിന് കുറേ വാലിഡേഷൻ ടെക്നിക്സ് ഉണ്ട്. അത് നമ്മൾക്ക് ഒന്നെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ഒന്നിൻ്റെ കൂടെ ഒന്നായിട്ടോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെയാണ് തന്നെ വരുന്ന റിക്വയർമെൻറ്റ് റിവ്യൂസ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾക്കൊരു സെറ്റ് ഓഫ് ടീംസ് കാണും നമ്മൾ ഈ സിസ്റ്റത്തിന് റിവ്യൂ എടുക്കാനായിട്ട്. അപ്പോൾ ആ ടീം എന്ത് ചെയ്യും, ഈ സിസ്റ്റത്തിനകത്ത് എറേഴ്സ് ഉണ്ടോ ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ ജനറേറ്റ് ചെയ്തിട്ട് അത് ആർക്ക് കൊടുക്കുന്നുണ്ട്, എൻ യൂസേഴ്സിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിവ്യൂ കളക്ട് ചെയ്യും. അതായത് അവർ നോക്കും നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് ഇത് പോസിബിളാക്കി തരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. ആൻഡ് ടെസ്റ്റ് കേസ് ജനറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളവിടെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ഓരോ ടെസ്റ്റുകൾ കൊടുക്കും. അതായത് നമ്മൾ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഓരോ ടെസ്റ്റസ് കൊടുക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്നത് means for the requirements are devised as a part of the validation process. This often reveals requirement problems. അപ്പോൾ അവിടുത്തെ റിക്വയർമെൻറ്റ്സിൽ വരുന്ന പ്രോബ്ലംസ് ഇത് റിവീൽ ചെയ്യാനാണ് നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ റിക്വയർമെൻറ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നാണ്. ഇപ്പോൾ ഡെവലപ്പിംഗ് ടെസ്റ്റ് ഫ്രം ദ യൂസർ റിക്വയർമെൻറ്റ് ബിഫോർ എനി കോഡ് ഇസ് റിട്ടേൺ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഏതൊരു കോഡ് മീൻസ് ഈ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് കണക്കുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് വെച്ചാൽ ഇതൊരു ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഓക്കെ,
ആൻഡ് അടുത്തതെന്ന് പറയുമ്പോൾ റിക്വയർമെൻറ്റ് ചേഞ്ചസ്. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾക്കൊരു സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നമ്മൾക്ക് പുതിയ റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ അതെല്ലാം നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ്സിൽ പ്രോബ്ലം ഉണ്ട്, അത് ഈ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ റിക്വയർമെൻറ്റ്സ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം അല്ലേ. ഇപ്പോൾ റിക്വയർമെൻറ്റ്സ് അവിടെ പുതിയ എൻഡ് യൂസേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് റിക്വയർമെൻറ്റ് മാറാം. അപ്പോൾ നമ്മൾക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ചേഞ്ചിങ് റിക്വയർമെൻറ്റ്. അപ്പോൾ ബിസിനസ്സും ടെക്നിക്കൽ എൻവയോൺമെൻറ്റ്സും ഒക്കെ വളരെ രീതിയിലൊരു സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം ഒരു എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് എൻഡ് യൂസേഴ്സ് വേറൊരു എൻവയോൺമെൻറ്റിലാണ് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് എൻവയോൺമെൻറ്റ് ചേഞ്ചസ് വരാം അല്ലേ. അപ്പോൾ എന്താ പറയുക, പുതിയ ഹാർഡ്വെയർസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇറ്റ് മേ നെസറി ടു ഇൻ്റർഫേസ് സിസ്റ്റം വിത്ത് അതർ സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റത്തിനെ നമ്മൾ വേറൊരു സിസ്റ്റമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർഫേസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബിസിനസ് പ്രയോറിറ്റീസ് മാറാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ വരാം. അപ്പോൾ ദ പീപ്പിൾ ഹു പേ ഫോർ ദ സിസ്റ്റം ആൻഡ് ദ യൂസേഴ്സ് ഓഫ് ദാറ്റ് സിസ്റ്റം ആർ റെയർലി ദ സെയിം പീപ്പിൾ. അപ്പോൾ ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പേ ചെയ്യുന്ന ആൾക്കാരും ഈ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാരും ഒരേ ആൾക്കാർ തന്നെയാണ്. സിസ്റ്റം കസ്റ്റമേഴ്സ് ഇമ്പോസ് റിക്വയർമെൻറ്റ്സ് ബിക്കോസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ് ആവാം, ഒരുപാട് ബഡ്ജറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ പോളിസീസിലേക്ക് ചേരുന്ന റിക്വയർമെൻറ്റ്സ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ഈ സിസ്റ്റം യൂസേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റം കസ്റ്റമേഴ്സ് കൊണ്ടുവരും. ആൻഡ് ദീസ് മേ കോൺഫ്ലിക്ട് വിത്ത് ദ എൻഡ് യൂസർ റിക്വയർമെൻറ്റ് ആൻഡ് ആഫ്റ്റർ ഡെലിവറി ന്യൂ ഫീച്ചേഴ്സ് മേ ഹാവ് ടു ആഡഡ് ഫോർ യൂസർ സപ്പോർട്ട് ഇഫ് ദ സിസ്റ്റം ഇസ് ടു മീറ്റ് ഇറ്റ്സ് ഗോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ യൂസറിനെ സപ്പോർട്ട് ചെയ്യുന്ന റിക്വയർമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മളിപ്പോൾ ഡെലിവറി ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഈ നമ്മുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം, പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലാർജ് സിസ്റ്റംസ് യൂഷ്വലി ഹാവ് എ ഡിവൈസ് യൂസർ കമ്മ്യൂണിറ്റി വിത്ത് മെനി യൂസേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആൻഡ് പ്രയോറിറ്റീസ് ദാറ്റ് മേ ബി കോൺഫ്ലിക്റ്റിംഗ് ആൻഡ് കോൺട്രാഡിക്ടറി. അപ്പോൾ നമ്മളൊരു വലിയ സിസ്റ്റംസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ യൂസേഴ്സ് പലതും വരും അല്ലേ. അപ്പോൾ അവിടെ ഒരു വലിയ യൂസർ കമ്മ്യൂണിറ്റി വരുമ്പോഴത്തേക്കും അവിടെ പല ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് വരും. ചിലപ്പോൾ ചില റിക്വയർമെൻറ്റ്സ് കോൺട്രാഡിക്ടറി ഒക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലത് അവർ ചില പ്രയോറിറ്റീസ് വെക്കും, ചിലത് കോൺഫ്ലിക്റ്റിംഗ് ആവാം. അപ്പോൾ ദ ഫൈനൽ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആർ ഇന്നവിറ്റബിളി എ കോംപ്രമൈസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഫൈനൽ നമ്മൾ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് ഇതിനെല്ലാം കൂടെ കോംപ്രമൈസ് ചെയ്തെടുക്കുന്ന ഒരു കുറച്ച് റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. With experience, it is often discovered that the balance of the support given to the different users has to be changed. Okay, അപ്പോൾ നമുക്ക് നോക്കാം ഇനിഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനിഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇനിഷ്യൽ റിക്വയർമെൻറ്റ്സ് എടുക്കുന്നു, എന്നിട്ട് ചേഞ്ച് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോബ്ലം. എന്നിട്ട് നമ്മൾക്ക് അവിടെ വരുന്ന നമ്മൾ അവിടുന്ന് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾക്ക് ഈ റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ടോ, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ചേഞ്ച് റിക്വയർമെൻറ്റ്സിനെ എടുക്കുന്നു. ആൻഡ് റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇത് 4ാമത്തെ സ്റ്റെപ്പാണ് വരുന്നത്, റിക്വയർമെൻറ്റ്സിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എസ്റ്റാബ്ലിഷസ് ദ ലെവൽ ഓഫ് റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ് ദാറ്റ് ഇസ് റിക്വയർഡ്. ഓക്കെ, അതായത് നമ്മൾക്ക് വേണമെന്നുള്ള റിക്വയർമെൻറ്റ്സിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, മാനേജ് ചെയ്യുക, അതാണ് ഇവിടെ വരുന്നത്. റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് അതിൽ എന്തൊക്കെയാണ് വരുന്നത്, റിക്വയർമെൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, എ ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ്, ട്രേസബിലിറ്റി പോളിസീസ്, സപ്പോർട്ട് ടൂൾസ്. ഓക്കെ, അപ്പം ഓരോ റിക്വയർമെൻറ്റ്സും എന്തായിരിക്കണം, യൂണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് നമ്മൾക്ക് അതിനെ മറ്റുള്ള റിക്വയർമെൻറ്റ്സുമായിട്ട് നമുക്ക് ക്രോസ് റെഫറൻസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് അസസ് ദ ഇമ്പാക്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ചേഞ്ചസ്. അപ്പോൾ നമ്മളിവിടെ മാറ്റം വരുത്തിയതിന് അത് എത്രത്തോളം നമ്മൾ പുതിയ റിക്വയർമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഇന്ന് പൈസ പോകുന്നുണ്ട്, അപ്പം അങ്ങനെയുള്ളതൊക്കെ കണ്ടെത്തുന്ന സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ചേഞ്ച് മാനേജ്മെൻറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് ട്രേസബിലിറ്റി പോളിസീസ് എന്ന് പറഞ്ഞാൽ ദീസ് പോളിസീസ് ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈച്ച് റിക്വയർമെൻറ്റ് ആൻഡ് ബിറ്റ്വീൻ ദ റിക്വയർമെൻറ്റ് ആൻഡ് ദ സിസ്റ്റം ഡിസൈൻ ദാറ്റ് ഷുഡ് ബി റെക്കോർഡ്. അപ്പോൾ ഓരോ റിക്വയർമെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പും ആൻഡ് ഈ റിക്വയർമെൻറ്റ്സും അതിൻ്റെ സിസ്റ്റം ഡിസൈൻസും എങ്ങനെയാണ് കോറിലേറ്റ് ചെയ്ത് പോകുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഈ ട്രേസബിലിറ്റി പോളിസീസിൽ വരുന്നത്. ആൻഡ് സപ്പോർട്ട് ടൂൾസ് that may be used range from specialized requirement management system to spreadsheet and simple database system. അപ്പോൾ ഈ ഒരു ടൂൾ സപ്പോർട്ട്സ് എന്ന് പറയുന്നത് അത് ഈ സ്പെഷ്യലിസ്റ്റ് റിക്വയർമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം തൊട്ട് സ്പ്രെഡ്ഷീറ്റ് വരെ വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് റിക്വയർമെൻറ്റ് ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം
ഡിസൈഡിങ് ഇഫ് എ റിക്വയർമെൻറ്റ് ചേഞ്ച് ഷുഡ് ബി അക്സെപ്റ്റഡ്. അതായത് ഒരു റിക്വയർമെൻറ്റ് മാറുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതാണ് റിക്വയർമെൻറ്റ് ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജിലെന്ന് പറഞ്ഞാൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്താണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിനെ എന്താണ് അത് വാലിഡ് ആണോ അല്ലയോ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. Okay, this analysis is fed back to the change requester who may respond with a more specific requirement change proposal or decide to withdraw the request. അതായത് ഈ ഒരു ആവശ്യം ഈ ഒരു റിക്വയർമെൻറ്റ് വേണമെന്ന് മുന്നോട്ട് വെച്ച ആൾക്ക് അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കും. അതായത് മീൻസ് ഇത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളിൽ. And change analysis and costing. The effect of the proposed changes assist using traceability information and general knowledge of the system requirements. അപ്പോൾ ഈ ഒരു ചേഞ്ച് ആവശ്യപ്പെട്ടത് നമ്മൾക്ക് എന്ത് ചെയ്യും, ട്രേസബിലിറ്റി ഇൻഫർമേഷനും നമ്മൾക്ക് ജനറൽ നോളജും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് സിസ്റ്റത്തിന് ആപ്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കും. വൺസ് ദിസ് അനാലിസിസ് ഇസ് കംപ്ലീറ്റഡ് എ ഡിസിഷൻ ഇസ് മെയ്ഡ് വെദർ ഓർ നോട്ട് ടു പ്രൊസീഡ് വിത്ത് ദ റിക്വയർമെൻറ്റ് ചേഞ്ച്. എന്നിട്ട് ഇതിൻ്റെ അനലൈസിസിൻ്റെ ബേസിൽ ആ ഒരു റിക്വയർമെൻറ്റായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. പിന്നെ ചേഞ്ച് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ദ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ് ആൻഡ് വെയർ നെസസറി ദ സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻസ് ആർ മോഡിഫൈഡ്. അപ്പോൾ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ്സും നമുക്ക് ആവശ്യമുള്ള സിസ്റ്റം ഡിസൈൻസും ഒക്കെ എന്ത് ചെയ്യും, ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഐഡിയലി ദ ഡോക്യുമെൻറ്റ് ഷുഡ് ബി ഓർഗനൈസ്ഡ് സോ ദാറ്റ് ദ ചേഞ്ചസ് ക്യാൻ ബി ഈസിലി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളിതെല്ലാം ഡോക്യുമെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് ചെയ്തെല്ലാം തിരിച്ച് ഓർഗനൈസ് ചെയ്ത് എന്ത് ചെയ്യും, ചേഞ്ചസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് റിക്വയർമെൻറ്റ് ചേഞ്ച് മാനേജ്മെൻറ്റ്. അതായത് പ്രോബ്ലം അനാലിസിസ് ആൻഡ് ചേഞ്ച് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത് നമ്മൾക്ക് അവിടെ കൊണ്ടുവന്ന നമ്മൾ ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ചേഞ്ച് ആവശ്യപ്പെട്ട ആൾക്ക് തിരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കും, അത് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ചേഞ്ച് അനാലിസിസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ചേഞ്ച് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോസ്റ്റ് നമ്മൾക്കുള്ള ജനറൽ നോളജും പിന്നെ അവിടുത്തെ ട്രേസബിലിറ്റി ഇൻഫർമേഷൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇത് നോക്കും. ആൻഡ് ചേഞ്ച് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇതെല്ലാം ഡോക്യുമെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇതിനെല്ലാം ഓർഗനൈസ് ചെയ്ത് നമ്മൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ് ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ട്രേസബിലിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, ഈ ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഈ ട്രേസബിലിറ്റി മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേസബിലിറ്റി മെട്രിക്സ് ആണ്. ആക്ച്വലി ഈ ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് വർക്ക്സിനും നമ്മളുടെ ഈ പറയുന്ന മീൻസ് ഈ റിക്വയർമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേസബിലിറ്റി മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ലൈക്ക് എ മെട്രിക്സ് ആൻഡ് ഇതിൻ്റെ കോളംസ് അല്ല റോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. ആൻഡ് ഇതിൻ്റെ കോളംസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തുവാണ്, ഇതിൻ്റെ അതായത് ഇതിൽ വരുന്ന വർക്ക് പ്രോഡക്ട്സ് ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് പ്രോഡക്ട്സുമാണ്. അത് നമ്മൾ ടെസ്റ്റ് കേസും റിക്വയർമെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിൻ്റെ എക്സാമ്പിളുമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ട്രേസബിലിറ്റി മെട്രിക്സിൻ്റെ ഓരോ സെല്ലും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവിടെ ഒരു ലിങ്ക് ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾക്കിത് ഓരോ സെല്ലുകൾ കാണുമല്ലോ ഈ മെട്രിക്സിനകത്ത്. അപ്പോൾ ഈ ഓരോ സെല്ലുകളും എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഷോസ് ദാറ്റ് ദർ ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ടു. അപ്പോൾ ട്രേസബിലിറ്റി മെട്രിക്സ് നമുക്ക് കുറേ എഞ്ചിനീയറിംഗ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ട്രേസബിലിറ്റി മെട്രിക്സ് ക്യാൻ പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് the developers and as a project moves from one project phase to another. അത് ഒരു പ്രൊജക്ട് ഫേസിൽ നിന്ന് അടുത്ത പ്രൊജക്ട് ഫേസിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടുത്തെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് അവിടെ കണ്ടിന്യൂറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ് എന്താണെന്ന് പറയുന്നത് ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ യൂസ് ടു എൻഷുർ ദാറ്റ് ദ എഞ്ചിനീയറിംഗ് വർക്ക് പ്രൊഡക്ട്സ് ഹാവ് ടേക്കൺ ഓൾ റിക്വയർമെൻറ്റ്സ് ഇൻ ടു അക്കൗണ്ട്. അതായത് എല്ലാ റിക്വയർമെൻറ്റ്സും എടുത്തു എന്ന് നമുക്ക് കാണിക്കാൻ നമുക്ക് ട്രേസബിലിറ്റി മെട്രിക്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വൺസ് മോർ എന്നോട് പറയാണ്, ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഷോസ് ദ ഡോക്യുമെൻറ്റേഷൻ ലിങ്ക് ബിറ്റ്വീൻ ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് പ്രോഡക്ട്സ് ആൻഡ് ദ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് ട്രേസബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ്, റിക്വയർമെൻറ്റ്സിന് അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ്. ആൻഡ് അതിൻ്റെ റോസ് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, ഓരോ റിക്വയർമെൻറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഓരോ കോളംസും വർക്ക് പ്രൊഡക്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് അത് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് സപ്പോർട്ട് ചെയ്യുകയും
പിന്നെ മാത്രമല്ല ഒരു കണ്ടിന്യൂറ്റി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഇത് 3 മാർക്കിന് ചോദിക്കത് വായിച്ചു വെക്കുന്നത് നല്ലതാണ്.